ഹായ് ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഒരു വൈറൽ കുക്കിംഗ് വീഡിയോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് നമ്മുടെ ഷെഫ് പിള്ള സാറില്ലേ, ആളുടെ ഹെയർ ഗ്രോത്തിൻ്റെയും ഹെയർ ഇത്രയും ഷൈനി ആയിട്ട് ഇരിക്കുന്നതിൻ്റെയൊക്കെ രഹസ്യമായിട്ടൊരു വൈറൽ വീഡിയോ നമുക്കിടയിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് ഞാൻ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന്. അപ്പം നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഇപ്പൊ തന്നെ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഉണ്ടാക്കിയിട്ട് അതെങ്ങാനും ഫെയിൽഡ് ആവുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിലർ ചിന്തിക്കുന്നുണ്ടാവും, ഈ ഡിലീറ്റ് ചെയ്ത് കളയാൻ പോകുന്ന വീഡിയോയിൽ എന്തിനാ ഇതൊക്കെയെന്ന്. അത് എൻ്റെ ഒരു സമാധാനത്തിനാണ് ഗൈസ്. നമുക്ക് നോക്കാം. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പം ഞാനിവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ സംഭവങ്ങളും ഇവിടെ ഈ ടേബിളിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാന്ന് നോക്കാം. പിന്നെ അത് മാത്രമല്ല, ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് കിച്ചണിലേക്ക് പോകണം. അപ്പം നമുക്കിത് എന്തൊക്കെ സാധനങ്ങൾ എന്നുള്ളത് നോക്കാം കേട്ടോ. ഞാനിതിൽ 2-3 ഐറ്റംസ് എൻ്റെ വക കൂട്ടിയിട്ടുണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറുത്ത എള്ളാണ് കേട്ടോ. കറുത്ത എള്ള് കഴുകി അരിച്ച് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഞാൻ അരിപ്പയിലാക്കി വെച്ചതാട്ടോ ഇത്. പിന്നെ ഇത് മെയിൻ സംഭവമാണ്, മെയിൻ ഐറ്റമാണിത്. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് അധികം തന്നെ കറിവേപ്പില വേണം കേട്ടോ. കുറച്ച് അധികം കറിവേപ്പില വേണേ. കറിവേപ്പിലയും എള്ളുമാണ് നമ്മുടെ മെയിൻ കേട്ടോ. അപ്പോൾ ഈ 2 ഐറ്റംസ് സ്കിപ്പ് ചെയ്യുകയേ ചെയ്യരുത്. പിന്നെ കുറച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ കുറച്ച് തേങ്ങ ചിരകിയത് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കുറച്ച് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് ബദാമാണ്. ഇവിടെ എൻ്റെ ഒരു കൈപ്പിടിയോളം ബദാം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനിവിടെ സൈഡിൽ വെക്കണേ. ബദാം. പിന്നെ ഞാൻ എടുത്തത് കുറച്ച് ഈത്തപ്പഴമാണ് കേട്ടോ. ഈത്തപ്പഴം കുരു കളഞ്ഞെടുത്താണ്. ഒരു 10-12 ഈത്തപ്പഴം ഞാൻ കുരു കളഞ്ഞെടുത്തതാണ് കേട്ടോ. അതൊരു സ്വീറ്റായിട്ട് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനത് എടുത്തത്. അപ്പോൾ ശരീരത്തിനും നല്ലതാണല്ലോ ഈത്തപ്പഴം. ബ്ലഡിൻ്റെ ഗ്രോത്തിനെല്ലാം നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടും കൂടിയിട്ടാണ് ഞാൻ ഈത്തപ്പഴം എടുത്തത്. പിന്നെ ഞാൻ എടുത്തത് കുറച്ച് പംകിൻ സീഡ് ആട്ടോ. പംകിൻ സീഡ് നമ്മുടെ ഹെയർ ഗ്രോത്തിനും എല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് പംകിൻ സീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഐറ്റംസ് ആണ് അപ്പം ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എള്ള് ഇതാ ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ വിരിച്ച് വെച്ച് കൊടുത്തിരിക്കുക കേട്ടോ. പരത്തിയിട്ട് കൊടുത്തിരിക്കുകയാണേ. ഇനി നമുക്ക് വീണ്ടും പാൻ വെച്ചിട്ട് നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും നമുക്ക് ഇതുപോലെ ഒന്ന് വെറുതെ വറുത്തെടുക്കണം. നല്ല പൊടിയണം കേട്ടോ. കൈകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ പൊടിഞ്ഞ് കിട്ടുന്ന രീതിയിൽ വറുത്തെടുക്കണം. കറിവേപ്പില മാത്രമായിട്ടോ ഞാൻ എടുക്കും. അപ്പോൾ അതാ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാകം ഞാൻ കാണിച്ചു തരാം. ചൂടുണ്ട്. ഇങ്ങനെ പൊടിഞ്ഞ് വരണം കേട്ടോ. ഈ ലെവലിൽ നല്ലപോലെ വറുത്തെടുക്കണം. ഇതും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഈ പംകിൻ സീഡും കൂടെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. പംകിൻ സീഡ് വല്ലാണ്ട് കരിഞ്ഞു പോരുന്നത് വേഗമാവുക. ഇത് പായിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങ ചിരവിയൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മതിയേ. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതും ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ആക്കിയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി ഇതും കൂടെ നമുക്ക് വേറൊരു പാത്രത്തിലേക്കിട്ട് തണിയാനായിട്ട് വെക്കാം. ഇപ്പം നമ്മൾ വറുത്ത് വെച്ച സാധനങ്ങളും ഐറ്റംസും നേരത്തെ നമ്മൾ കുറച്ച് ബദാമും ഈത്തപ്പഴം എടുത്തിരുന്നില്ലേ, അതും എല്ലാം കൂടെ മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ട് നമുക്കിത് ഒന്ന് പൊടിക്കല്ല, ജസ്റ്റ് ഒന്ന് ഒരു ഉണ്ട പിടിക്കാൻ പാകത്തിന് ആക്കിയെടുക്കാം. ഞാനിതാ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് അരയ്ക്കാൻ കുറച്ച് പാടാണ്. കാരണം നമ്മൾ വാട്ടറിൽ ബേസ്ഡ് ആയിട്ട് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. പക്ഷേ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ ഈത്തപ്പഴം ആഡ് ചെയ്തത്. അപ്പോൾ ഈ ലെവലിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ട പിടിച്ച് നോക്കാം. ഓക്കെ, ഉണ്ട പിടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഷെഫ് പിള്ള സാർ പറഞ്ഞ ഹെയർ ഗ്രോത്തിൻ്റെ സ്നാക്ക് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇത് ആക്കിയെടുക്കാൻ കുറച്ച് റിസ്ക് ആണ്. കാരണം ഇൻഡിവിജ്വലി ഓരോന്നിനും ഓരോ ഭാഗം ആയതുകൊണ്ട്. സാറ് പറയുന്നതിലാകെ 3-4 ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. ഞാൻ അതിൽ കുറച്ചധികം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ട് അതിൻ്റെ ഒരു റിസ്ക് അല്ല, കഷ്ടപ്പാടുണ്ട്. പിന്നെ ഇതിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒന്നും ഇല്ലാത്തതുകൊണ്ട് അരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ചിലർ ഇതിൽ ശർക്കരപ്പാനി എല്ലാം ചേർക്കുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് അരച്ചെടുക്കാനെല്ലാം പറ്റും. ശർക്കരപ്പാനി നല്ലതാണല്ലോ ഹെൽത്തിന്. പക്ഷെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. എന്തായാലും ഇതൊരു നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ. പിന്നെ ഇത് കഴിച്ചിട്ടുള്ള ഇതും കൂടെ ഞാൻ പറഞ്ഞുതരാം. നോക്കട്ടെ. ഇതിൽ എള്ളും കറിവേപ്പിലയും കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് എടുത്ത് നിൽക്കുന്നുണ്ട്. ചെറിയൊരു സ്വീറ്റ്നസ് ഉണ്ട്.
വേറെ ഒന്നുമില്ല, പക്ഷെ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടല്ലേ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇത് ഡെയിലി ഓരോന്ന് കഴിക്കാനാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നോക്കാല്ലേ. നമ്മുടെ ഉണ്ട ആ കാണിച്ചത് മാത്രമല്ല കേട്ടോ, ആ ബൗളിൽ ഞാനൊരു ഭംഗിക്ക് ഒരു 3-4 വെച്ചിട്ടുള്ളൂ. ഒരു 10-15 കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ അളവൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, അതിൽ മെയിൻ ആയിട്ട് നമ്മുടെ കറിവേപ്പിലയും എള്ളുമാണ്. നിങ്ങൾ എന്ത് ഇൻഗ്രീഡിയൻസ് അതിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതല്ലാതെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവയെല്ലാം കുറച്ച് കുറവ്, അതായത് കറിവേപ്പിലയും എള്ളും കുറച്ച് മുകളിൽ നിൽക്കുന്ന രീതിയിൽ, അതായത് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ എടുക്കുക. ബാക്കിയെല്ലാം കുറേശ്ശെ നിങ്ങളുടെ കയ്യിൽ എത്രയുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് അതിന് ഒരു 10-15 കിട്ടിയിട്ടുണ്ട് കേട്ടോ, ആ ഒരു ഇതിൽ നിങ്ങൾ കണ്ടല്ലേ. അപ്പൊ അതിൽ എനിക്കൊരു 10-15 കിട്ടിയിട്ടുണ്ട്. ഒരു എയർ ടൈറ്റഡ് കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.